ബിന്നിയും നെവിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിന്നി പറയാണ്, എനിക്ക് നിന്നെ വലിയ കാര്യമാണ്, ഈ വീട്ടിലെ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നീയാണ്. ഉടനെ നെവിൻ പറയാണ്, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പം ബിന്നി പറയും, അതാണ് നിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പം ബിന്നി പറയുന്ന, നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ വിഷമങ്ങളൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്, അത് വളരെ ചീപ്പായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ ഇല്ലായ്മയും പറഞ്ഞു നടക്കുന്നത് വെറും ചീപ്പാണെന്നാണ് ബിന്നി പറയുന്നത്. നമ്മൾ ഒരാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അയാളെ ഹെൽപ്പ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ പോയി നിന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് അത് വെറും തറത്തരമാണെന്നാണ് ബിന്നി പറയുന്നത്. ഇവിടെ ഓരോരുത്തരുടെ സ്റ്റോറി പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും, അവരുടെ ഏകദേശം അവരെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവും എന്നാണ് ബിന്നി പറയുന്നത്. ബിന്നി പറയുന്നത്, ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പം റെന ഫാത്തിമയെ നോക്കിക്കുക, 19 വയസ്സേ ഉള്ളൂ. അത് സ്വന്തമായിട്ടല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അല്ലാതെ ബിന്നി പറയും, എനിക്ക് ഇഷ്ടമല്ല ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എനിക്കതില്ല, എനിക്കിതില്ല, സാമ്പത്തികം ഇല്ല, കടമാണ്, അതാണെന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് അനുമോളെയാണ് ഈ പറയുന്നത്. അനുമോൾ എപ്പോഴും അനുമോളുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ ഇരുന്ന് പറയുമല്ലോ, അപ്പോൾ അതിനാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് മഹാമോശമാണ്. അതൊക്കെ അങ്ങനെയൊക്കെ വോട്ട് പിടിക്കുന്നത് വെറും ആളുകളെ പറ്റിച്ച് നേടുന്ന വോട്ടാണ് എന്നൊക്കെയാണ് ബിന്നി അനുമോളെ കുത്തിയാണ് ഈ പറയുന്നത്. ബാക്കി അപ്ഡേറ്റ് ആയിട്ട്